സീൻ തന്നിട്ട് പറഞ്ഞു അപ്പൊ നമ്മുടെ സൈജു കുറുപ്പുണ്ട്, അപ്പോ സൈജുവും ഞാനും ആ ഡോക്ടറും പേഷ്യന്റ്, അപ്പൊ ആ ഒരു സീന് എൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു മാമിന്റെ ഒരു രീതിയിൽ അത് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആ മൊത്തത്തിൽ അത് എന്താ ഇവരുടെ ക്യാരക്ടർ ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല നമ്മുടെ മൈൻഡിൽ. പിന്നെ അത്രയും വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. അവർക്ക് അതായിരുന്നു ഒരു ചെറിയൊരു ടെൻഷൻ, എങ്ങനെയാണ് മാം ഇനി വീണ്ടും അതിലേക്ക് ഇങ്ങനെ വരുന്നതെന്ന്. അപ്പൊ ഞാനത് നോക്കിയിട്ട് ഫസ്റ്റ് ഞാനത് അഭിനയിക്കുമ്പോൾ അത് കുറച്ച് നാച്ചുറലി ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ട് അവർ പോകുന്നു, അവർ അറിഞ്ഞു അവർ ക്യാൻസർ ഉണ്ടെന്ന്. അപ്പോൾ ഇവരുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സീനായിരുന്നു. പക്ഷെ ശരിക്കും എടുത്തതിൻ്റെ വ്യത്യാസം ഉണ്ട് നമ്മൾ പടത്തില്. പക്ഷെ ആക്ച്വലി ഞാൻ അവിടെ പോയിട്ട് അത് ഇന്റർപ്രറ്റ് ചെയ്തത് ഇച്ചിരി ഇമോഷണൽ ആയിട്ടാണ്. അപ്പൊ കാരണം നമ്മൾ നാച്ചുറലി ആ ഒരു സ്കൂളിൽ വന്നിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഈ മോഡേൺ സ്റ്റൈലിൽ ചിന്തിക്കുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ അത് സീൻ കണ്ടപ്പോൾ ഞാനിങ്ങനെ എന്നാ പറയൂ ഡോക്ടർ, അപ്പൊ ആ രീതിയിലായിരുന്നു. പക്ഷെ അപ്പൊ അത് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ആ ഒരു നാച്ചുറലി അവർ പിന്നീടാണ് പറഞ്ഞത്, പിന്നെയാണ് മനസ്സിലായത് മാമിന് അങ്ങനെ ഒരു ടെൻഷനും ഇല്ല, ഒരു കുഴപ്പമില്ല, മാം അങ്ങ് കൂളായിട്ട് അങ്ങ് കയറി വീണ്ടും അഭിനയിക്കാൻ. സോ ഇറ്റ് വാസ് ലൈക്ക് ആസ് ദോ യു ഹാവൻ ലെഫ്റ്റ് ദ ഇൻഡസ്ട്രി അറ്റ് ഓൾ എന്നൊരു ഫീൽ. അപ്പോൾ അവർക്ക് അതൊരു ഹാപ്പിയായി. പിന്നെ നമ്മൾ ഷൂട്ടിന് പോകുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഈ സീനൊക്കെ എടുക്കുമ്പോൾ അൽത്താഫ് എൻ്റെ അടുത്ത് പറയുന്നത് ഇത് ഭയങ്കര ബോൾഡാണ് ഈ ക്യാരക്ടർ. സോ അവർ ഒരിക്കലും ആ ഒരു ഇമോഷണലേ അല്ല ആ രീതിയിൽ. ബാക്കിയുള്ളവരാ കരയുന്നത്, അതിൽ അങ്ങനെ പറയും എൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഇങ്ങനെ പോരുതെന്ന് പറയുന്നുണ്ടല്ലോ, മുഖം ഇങ്ങനെ കാണിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വരരുതെന്നൊക്കെ. സോ അതിലും ഡോക്ടർ പറയൂ ഈ സ്റ്റൈലാണ് അവിടെ കിടക്കുന്നത്. സോ ആ ഒരു ഇന്റർപ്രിട്ടേഷന്റെ വ്യത്യാസം അൽത്താഫ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഹീസ് ലൈക്ക് എ വെരി ബോൾഡ് ഡയറക്ടർ. അതായത് ക്ലിയർ കട്ടായിട്ട് പിക്ചർ ഉണ്ട് പുള്ളിയുടെ മൈൻഡിൽ. സോ ഹീ ഹാസ് നോ ഹെസിറ്റേഷൻ ടു ടെൽ യു. എത്ര സീനിയർ ആർട്ടിസ്റ്റ് ആണ്, ഇപ്പൊ ഞാനുണ്ടായിരുന്നു, ലാലൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അൽത്താഫിന് അങ്ങനെ ഒരു അയ്യോ ഇങ്ങനെയാ സീനിയർ ആർട്ടിസ്റ്റ് ഇങ്ങനെ പറയും അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഞാനും ആദ്യം തന്നെ പറഞ്ഞു എന്തുണ്ടെങ്കിലും യു ഹാവ് ടു ടെൽ മീ.